മനുഷ്യനെ ഇങ്ങനെ ആക്കുന്നത്. ഇപ്പൊ കുറെ പേരെ നല്ലവരാക്കുന്നു, കുറെ പേരെ ഈ പറഞ്ഞ രീതി കള്ളുകൂടിയനും മറ്റുള്ള രീതിയിലേക്ക് മാറ്റുന്നു. ഇത് അള്ളാഹു തആല തന്നെ ഇതാക്കുന്നില്ലേ? ഈ ആക്കണത് അള്ളാഹു ആണെന്ന് പറയുന്നിടത്താണ് എന്റെ പ്രശ്നം. ആക്കണത് അള്ളാഹു അല്ല, ഈ ആവണവും തന്നെയാണ്. എന്നുവെച്ചാൽ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ്, ഞാനിങ്ങനെ കാർ ഓടിച്ചു വരികയാണ്. ആ കാറ് വലതുവശത്തേക്കും ഇടതുവശത്തേക്കും തിരിക്കാൻ പറ്റും എന്ന് സങ്കല്പിച്ചോളൂ. സാധാരണ അങ്ങനെയല്ല കാറൊക്കെ ഉണ്ടാവുക അല്ലേ? എന്നിട്ട് വലതുവശത്ത് നല്ല സൂപ്പറായ റോഡുണ്ട്, ഇടതുവശത്ത് ആകെ ഗട്ടറൈസ്ഡ് കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡുണ്ട്. അത് പോയി വീണത് അഗാധമായൊരു കുഴിയിലേക്കാണ്. അതിലാകെ മുള്ളും കമ്പിയൊക്കെ വിതറിയിട്ടുണ്ട്. അവിടെ എത്തി. അപ്പൊ നമ്മളിങ്ങനെ ടീ പോലെ ആവുകയാണ് കേട്ടോ, റോഡ് ടീ പോലെ ആവുകയാണ്. ഈ വലതുവശത്തേക്ക് പോണത് നല്ല റബ്ബറൈസ്ഡ് നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ വെച്ച റോഡാണ്. ഇടതുവശത്തേക്ക് പോണത് പറ്റേ മോശം പിടിച്ച റോഡാണ്. അവിടെ എത്തിയിട്ട് ഡ്രൈവറാകുന്ന ചങ്ങാതി ഇടതുവശത്തേക്ക് വണ്ടി വിട്ടു, ടയർ പഞ്ചറായി വീണു, കുഴിയിലൊക്കെ വീണു. ഈ കാർ നിർമ്മിച്ച ചങ്ങാതിമാര് ഇടതുവശത്തേക്ക് തിരിക്കുമ്പോൾ അത് തിരിയണ സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുപോയത് എന്ന് അവൻ ആക്ഷേപിച്ച് അങ്ങനെ ഉണ്ടാവും. അവൻ അങ്ങനെ വിചാരിക്കുകയാണ്, എന്റെ കാർ എങ്ങനെ തിരിച്ചാലും വലതുവശത്തേക്ക് പോയിരുന്നുവെങ്കിൽ ഞാൻ എന്തായാലും ഇടതുവശത്ത് കൊണ്ടു കയറൂലായിരുന്നല്ലോ, എന്റെ കാർ കേടുവരൂലായിരുന്നല്ലോ, വീഴൂലായിരുന്നല്ലോ എന്നൊക്കെ ഒരാൾ വിചാരിച്ചു എന്ന് കരുതിക്കോളൂ. എന്നിട്ട് കാർ കമ്പനിയെ കുറ്റപ്പെടുത്തിയാൽ അങ്ങനെ ഉണ്ടാവും. സത്യത്തിൽ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും തിരിക്കാൻ പറ്റും വിധത്തിലാണ് കാറ് സംവിധാനിച്ചിട്ടുള്ളത്. വേറെ കുറെ ആളുകൾക്ക് മനോഹരമായി വലതുവശത്ത് കൂടി ഓടിച്ചു പോകുന്നുണ്ട്, അവർക്കൊന്നും പറ്റണില്ല. ഇവൻ അവിടെ വെച്ച് കുരുത്തക്കേട് കാണിക്കുകയാണ്, ഇങ്ങോട്ട് ഇടതുവശത്തേക്ക് വണ്ടി ഓടിക്കുകയാണ്. വലതുവശത്തേക്ക് തിരിക്കാൻ പറ്റുമ്പോ തന്നെ അപ്പൊ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നന്മയും തിന്മയും തെരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. നന്മ തെരഞ്ഞെടുക്കാൻ വേണേൽ തിന്മ തെരഞ്ഞെടുക്കാൻ വേണേൽ ഇന്നതേ തെരഞ്ഞെടുക്കാവൂ എന്ന് റബ്ബ് ആരെയും നിർബന്ധിക്കൂല. എല്ലാത്തിന്റെയും ഗുണം പറഞ്ഞു കൊടുക്കും, ദോഷവും പറഞ്ഞു കൊടുക്കും. ഇതിലൂടെ പോയാൽ ഗുണത്തിലെത്തുന്നും പറയും, ഇതിലൂടെ പോയാൽ തിന്മയിലെത്തുന്നും പറയും. ഏതിലേക്ക് പോകണം എന്നത് തിരഞ്ഞെടുക്കാനുള്ള ഫ്രീവിൽ, ഇച്ഛാ സ്വാതന്ത്ര്യം, ഇഖ്തിയാർ അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യൻ ഇടതുവശത്തേക്ക് പോകണം, കുണ്ടിൽ വീഴണം, കാറ് കേടണം, പരിക്ക് പറ്റണം എന്ന് തീരുമാനിച്ച് അങ്ങോട്ട് തിരിച്ചാൽ അതിന്റെ എല്ലാ ശിക്ഷയും അവൻ അനുഭവിക്കേണ്ടി വരും. ഞാൻ പറയാം, ആ ഒരു തീരുമാനം അള്ളാഹു എടുക്കണതല്ല. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവൻ അങ്ങോട്ട് തിരിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെ അള്ളാഹു തീരുമാനിച്ചിട്ടേ ഇല്ല. പിന്നെ ഒരു വിഷയമുള്ളത് എന്താണെന്നറിയോ, ഈ ചങ്ങാതി അങ്ങോട്ടേ തിരിക്കുള്ളൂ എന്ന് ഭാവി ഭൂതം വർത്തമാനം അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ലാത്ത റബ്ബിന് മുൻകൂട്ടി അറിയാം എന്നത് റബ്ബിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഇന്നതേ അവൻ തെരഞ്ഞെടുക്കണം എന്നല്ല, പിന്നെ അവൻ ഇന്നത് തെരഞ്ഞെടുക്കും എന്നുള്ളത് റബ്ബിന് ഭാവി മൂലം വർത്തകാലമൊന്നും ഇല്ലാത്തത് കൊണ്ട് മനസ്സിലായി എന്നത് റബ്ബിന്റെ കുഴപ്പമല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ ചെറിയ മേശ നമ്മൾ മൂന്നായിട്ട് പകുക്കുക, പാർട്ട് ചെയ്യാം. ഒരു ഉറുമ്പ് ഇവിടുന്ന് അങ്ങനെ നടന്നു പോകണം. ഉറുമ്പിന് 1 ഇഞ്ച് പരിധിയിലേ കാഴ്ചയുള്ളൂ. ആ ഉറുമ്പ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒന്നാമത്തെ കള്ളി ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രസന്റ് ആണ്, വർത്തമാനാണ്. അല്ലേ വർത്തമാനകാലല്ലേ ആണ്. ഒന്നാമത്തെ വര കയറി ഉറുമ്പോട് പോകുമ്പോ അത് വരെയുള്ളത് ഉറുമ്പിനെ സംബന്ധിച്ച് ഭൂതാണ്, ഈ സെന്ററിലുള്ളത് വർത്തമാനാണ് അല്ലെ? നേരെ മറിച്ച് ഇതിന്റെ മുന്നേ ഉള്ളതോ, ഇപ്പൊ അദ്ദേഹം നിലകൊള്ളുന്ന ഉറുമ്പ് നിലകൊള്ളുന്ന സെന്ററിന്റെ അപ്പുറത്തുള്ളത് ഉറുമ്പിനെ സംബന്ധിച്ച് ഭാവിയാണ്. ഇവിടെ ഉണ്ടോ? നമ്മൾ ഈ മേശയെ 3ആയിട്ട് ഒരു വരട്ടും, ഒരു ഉറുമ്പ് ഇവിടുന്ന് അങ്ങനെ പോവാണ്. ഒന്നാമത്തെ വരത്തോളം അതിന് ആ ഒരു മേഖല പ്രസന്റ് ആണ്, വർത്തമാനാണ്. ഒന്നാമത്തെ വരട് കഴിഞ്ഞാൽ അതുവരെയുള്ളത് അതിനെ സംബന്ധിച്ച് ഭൂതാണ്. അവിടുന്ന് അങ്ങനെ പോയിട്ട് അത് അപ്പുറത്ത് എത്തോളം അതിന്റെ ആ 2ാം വരന്റെ അപ്പുറമുള്ളത് ഭാവിയാണ് അല്ലെ? വെച്ച് ഉസ്താദന്മാരും ഞാനൊക്കെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഇത് മൊത്തം വർത്തമാനാണ്. എന്റെ കാര്യം ഉറുമ്പിനേക്കാൾ കാഴ്ചശക്തി ഉണ്ട്, ഇത് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഉറുമ്പ് ഇങ്ങോട്ട് എത്താൻ 1ാം വരയിലെത്താൻ 1 മണിക്കൂർ എടുത്ത് സങ്കല്പിക്കുക. അതേ റൂട്ടിൽ അത് പോവുകയാണെങ്കിൽ 2ാം വരയിലെത്താൻ 1 മണിക്കൂർ ഉണ്ടാവും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 മണിക്കൂർ കൊണ്ട് ആ ഉറുമ്പ് അവിടെ എത്തുമെന്ന് ഞാൻ ഇവിടെ നിന്ന് തീരുമാനിച്ചു സങ്കല്പിച്ചോളൂ. അങ്ങനെ തന്നെ ഉറുമ്പ് എത്തുകയും ചെയ്തു. എന്റെ തീരുമാനം കൊണ്ടല്ല ഉറുമ്പ് അങ്ങനെ എത്തിയത്. നേരെ മറിച്ച് ഉറുമ്പ് അങ്ങനെ എത്തുമെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതാണ്. ഞാനൊരു 10 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കരുതുക ദർസിൽ. ഓരോ കുട്ടി എത്ര പഠിച്ചിരിക്കുന്നു എനിക്കറിയാം. അവരെ നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരു ഉസ്താദാണെങ്കിൽ ഏതൊക്കെ ഓരോ കുട്ടി പഠിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഞാൻ പരീക്ഷ എടുത്താണ്. പരീക്ഷയിൽ 10 ചോദ്യം ഇടുന്നു. ഓരോ ചോദ്യം ഏതൊക്കെ കുട്ടിക്ക് അറിയാം ഇതുവരെയുള്ള അനുഭവം കൊണ്ട് എനിക്കറിയാം. അപ്പൊ ഞാനിങ്ങനെ പറയുന്നു, എ എന്നറിയുന്ന കുട്ടിക്ക് 100 മാർക്ക്, ബി എന്നറിയുന്ന കുട്ടിക്ക് 90 മാർക്ക്, സി എന്നറിയുന്ന കുട്ടിക്ക് 60 മാർക്ക്, ഡി എന്നറിയുന്ന കുട്ടിക്ക് 40, ബാക്കിയുള്ളവരൊക്കെ തോറ്റു. ഞാൻ എഴുതി വെച്ചു പരീക്ഷയുടെ മുന്നേ. ഈ കുട്ടികളെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട്. പരീക്ഷ കഴിഞ്ഞു. എ എന്ന് പറഞ്ഞ കുട്ടിക്ക് 100 മാർക്കുണ്ട്, ബി എന്ന് പറഞ്ഞ കുട്ടിക്ക് 90 ഉള്ളൂ, സി കുട്ടിക്ക് 60, ഡിക്ക് 40, ബാക്കിയുള്ളവരൊക്കെ തോക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചത് കൊണ്ടല്ല അവരിങ്ങനെ തോച്ചത്. നേരെ മറിച്ച് അവരങ്ങനെ തോക്കുന്ന അറിയുന്നത് കൊണ്ട് ഞാൻ എഴുതി വെച്ചതാണ്. എന്തിനാ എഴുതി അത് വേറെ കാര്യം. അള്ളാഹു എന്തിനാ അങ്ങനെ എഴുതുന്നത്? മലക്കള സൗകര്യത്തിനോ മറ്റോ പല ലക്ഷ്യങ്ങളുണ്ടാവാം.
അപ്പൊ ഇന്നതവൻ ഇവൻ ചെയ്തിരിക്കണം എന്നല്ല റബ്ബിന്റെ തീരുമാനം. പിന്നെ അതിനവൻ ഇച്ഛാ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, ഫ്രീ വില്ല് കൊടുത്തിരിക്കുന്നു. ആ ഫ്രീ വില്ല് അനുസരിച്ച് അവൻ നന്മ തിരഞ്ഞെടുത്താൽ അവൻ വിജയിക്കും, തിന്മ തിരഞ്ഞെടുത്താൽ അവൻ തോക്കുകയും ചെയ്യും. പിന്നെ അള്ളാഹുവിന് 2 വിധം തീരുമാനങ്ങളുണ്ട്. ഒന്ന് മുബ്രമായ അമ്ര, ഒന്ന് മുഅല്ലഖായ അമ്ര. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സദക്ക കൊടുക്കും, എന്നാൽ അവനൊരു ആക്സിഡന്റ് ഉണ്ടാവില്ല എന്ന് റബ്ബിന് തീരുമാനമുണ്ട്. സദക്കയുടെ മാത്രന്നിട്ട് അവനത് തീരുമാനം എടുത്താൽ ആക്സിഡന്റ് ഒഴിവാകും. ഇന്ന ദിവസം ഖിയാമത്ത് നാളാണ്, ഇനി നമ്മൾ എത്ര സദക്ക കൊടുത്തിട്ടും കാര്യമില്ല, അത് സംഭവിക്കും. അത് മുബ്രമായ അമ്രാണ്. മനുഷ്യ ജീവിതത്തിൽ പുരോഗതി നൽകാനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നത്. കാരണം ഈ ഒരു പ്രതീക്ഷ വിജയിക്കാൻ പറ്റും, എന്റെ തീരുമാനം അനുസരിച്ചാണ് കർമ്മഫലം എന്ന ബോധം ഉണ്ടാവുമ്പോൾ മനുഷ്യൻ എപ്പോഴും എനർജറ്റിക് ആവും. നേരെ മറിച്ച് യുക്തിവാദികൾ പറയുന്നത് പോലെ ഫ്രീ വില്ലില്ല, തലച്ചോറിൽ എന്തോ രാസപ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് തോന്നുന്നത് നമ്മുടെ ശരീരം നടപ്പിലാക്കുന്നു എന്നാണെങ്കിൽ, ഞാനിപ്പോ ഉസ്താദിനെ കുത്തി കൊന്നാൽ എന്നോട് ചോദ്യം ചോദിക്കാൻ പറ്റൂല. കാര്യം എനിക്കതിലൊരു കൺട്രോളും ഇല്ല. എന്തേ? തലച്ചോറിൽ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഞാൻ കത്തിയെടുത്ത് കുത്തി. അപ്പൊ ഖദർ ഖലാ എന്ന് പറയുന്ന ഈ വിഷയം വളരെ സിമ്പിളാണ്. അതുള്ളത് കൊണ്ടാണ് മനുഷ്യൻ എനർജറ്റിക് ആവുന്നത്. പക്ഷെ നമ്മളതിൽ കുറെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മളെ ഇന്ന തന്നെ ചെയ്യിപ്പിക്കുക. അങ്ങനത്തെ ഒരു ടീം ഉണ്ടായിരുന്നു, ഖദരിയാക്കൾ എന്ന് പറയുന്ന ടീം. അവരെ എതിർത്ത് തോൽപ്പിച്ച അഹ്ലുസുന്ന അവിടെ എത്തിയത്. അവരുടെ വാദം അതാണ്, കരിയില പോലെയാണ് മനുഷ്യൻ, അപ്പുപ്പന്താടി പോലെയാണ് മനുഷ്യൻ, അങ്ങോട്ട് കാറ്റടിച്ച് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് കാറ്റടിച്ച് അങ്ങോട്ട് വരും. അല്ല, അങ്ങനല്ല. പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇച്ഛാ സ്വാതന്ത്ര്യം കൊടുത്തു വിട്ട ആളാണ്. ഇന്നൊക്കെ തെരഞ്ഞെടുത്താൽ അവൻ വിജയിക്കുന്നാണ് അള്ളാഹു തീരുമാനിക്കുന്നത്. അല്ലാതെ ഇന്നതവൻ തെരഞ്ഞെടുക്കണം, അവൻ തെറ്റേ ചെയ്യാവൂ എന്നല്ല. റസൂൽ പറഞ്ഞത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏത് കുട്ടിയും ജനിക്കുന്നത് നല്ല സ്വഭാവ വിശുദ്ധിയിലാണ് എന്നാണ്. പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നന്മ തെരഞ്ഞെടുക്കാം, തിന്മ തെരഞ്ഞെടുക്കാം. തിന്മ തെരഞ്ഞെടുത്താൽ തോക്കുകയും ചെയ്യും, നന്മ തെരഞ്ഞെടുത്താൽ വിജയിക്കുകയും ചെയ്യും.